അച്ഛൻ ജീവിക്കുന്നത് അച്ഛന് വേണ്ടി മാത്രമാണെന്നും പാർത്ഥേട്ടൻ ജീവിക്കുന്നത് കൃഷ്ണഭൃതകാർക്ക് വേണ്ടിയാണെന്നും മനസ്സിലാക്കാൻ ഞാൻ വൈകി. അമ്മാവനെ ഞാൻ ശത്രുപക്ഷത്ത് കാണുന്നതും അമ്മാവനുമായിട്ട് കൊമ്പ് കോർക്കുന്നതൊക്കെ ഇവിടുത്തെ നാട്ടുകാർക്ക് വേണ്ടി തന്നെയാ. ഒരുപക്ഷെ ആ ശത്രുതയൊക്കെ നാളത്തോടെ തീരും. ഈ ക്ഷേത്രഭരണത്തെ ചൊല്ലിയുള്ള തർക്കത്തിന് നാളെ കോടതി വാദം കേൾക്കുകയല്ലേ. അതിന്റെ വിജയം ഈ നാട്ടുകാർക്കാവണമെങ്കിൽ കോടതി മുമ്പാകെ ഹാജരാക്കാൻ എനിക്കൊരു തെളിവ് വേണം. ദാ ഇത് കണ്ടോ, ഇതാണ് ആ തെളിവ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള താളിയോലകളാ. ക്ഷേത്രത്തിന്റെ ഭരണം നാട്ടുകാർക്കാണെന്ന് പ്രതിഷ്ഠാവേളയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിപ്പോ എവിടുന്ന് കിട്ടി? ഞാൻ കട്ടെടുത്തതാ. ഇതിനകത്ത് നിലവറ പൊളിച്ചെടുത്തതാ. എന്റെ കൃഷ്ണ, എനിക്ക് ഭയം. എന്നാലേ ആ ഭയം എനിക്കില്ല. ഈ ക്ഷേത്രത്തിലെ ആഭരണങ്ങളൊക്കെ കട്ടുപിടിക്കാൻ അമ്മാവന് ഭയമില്ലെങ്കിൽ പിന്നെ ഞാനെന്തിനാ ഭയപ്പെടുന്നത്? നാളെ ഞാനിത് കോടതിയിൽ ഹാജരാക്കും. മോഷണക്കുറ്റത്തിന് എന്നെ ശിക്ഷിക്കുകയാണെങ്കിൽ ശിക്ഷിക്കട്ടെ. പാർത്ഥേട്ടന്റെ വക്കീലിനും എടുക്കുണ്ടെങ്കിൽ ഈ മോഷണക്കുറ്റം പോലും ചിലപ്പോൾ ന്യായീകരിക്കാനാവും. അതിന് എനിക്ക് വക്കീലില്ലല്ലോ. അല്ലെങ്കിലും സത്യം പറയാൻ എന്തിനാ വക്കീല്? അവിടെ പാർത്ഥേട്ടന് തെറ്റി. സത്യങ്ങളെക്കാൾ തെളിവുകളും ന്യായവാദങ്ങളുമാണ് കോടതിയിൽ പ്രധാനം. സ്വന്തം കക്ഷിയുടെ പിഴവുകൾ കോടതിക്ക് മുന്നിൽ വക്കീലിനെ ന്യായീകരിക്കാൻ കഴിഞ്ഞാൽ അവിടെയാണ് വിജയം. അതിന് പാർത്ഥേട്ടന് ഒരു വക്കീലിന്റെ ആവശ്യമുണ്ട്. അത് ഞാനായാലും. അതെ, ഭാമ പാർത്ഥേട്ടന്റെ വക്കീലാവുകയാണ് എന്റെ അച്ഛനെതിരായി. ഈ താളിയോലകൾ മതി നമുക്ക് ജയിക്കാൻ. എന്റെ മനസാക്ഷിക്ക് മുമ്പിൽ ഞാൻ ഒന്നുകൂടെ തീരുമാനിച്ചു. അടുത്ത അഷ്ടമരോഹിണിക്ക് നട തുറക്കുമ്പോ ഭാമ പാർത്ഥേട്ടന്റെ ആവും. എന്നെ വിശ്വാസാവുന്നില്ലേ? ഇനി വിശ്വസിച്ചേ മതിയാവൂ. നാളെ രാവിലെ കൃത്യമായി എത്തിക്കൊള്ളൂ. ഈ അമ്പലമുറ്റത്ത് നാട്ടുകാർക്ക് വേണ്ടി പാർത്ഥന്റെ വക്കീലായി ഭാമയുണ്ടാവും. അതെ.